അഭിഷേക് ശ്രീകുമാർ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫ്രം ബിഗ് ബോസ് ടു ബിഗ് സ്ക്രീനിലോട്ട് അതിന്റെ വിശേഷങ്ങളാണ്. മുള്ളൻ കൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ വന്നിരിക്കുന്നത്. എത്രത്തോളം സന്തോഷമാണ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം സിനിമ എന്ന സ്വപ്നമായിട്ട് ഞാൻ നടക്കുന്നുണ്ട് കുറേ വർഷമായി. ചെറുപ്പം മുതലുള്ള ഡ്രീമാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി എറണാകുളത്ത് വന്നു. അതിൻ്റെ പുറകെ കുറേ നടന്നു. ഒരുപാട് ഡയറക്ടർമാരുടെ പുറകെ കിടന്നു, പ്രൊഡ്യൂസർമാരുടെ പുറകെ കിടന്നു, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഞാൻ ബിഗ് ബോസിൽ പോയി. അതിൻ്റെ അവസാനം ഞാനിപ്പം എത്തിയിരിക്കുകയാണ് ഒരു മൂവിയിൽ ലീഡ് ക്യാരക്ടറായിട്ട്. പിന്നെ അഖിൽ മാരാറും എല്ലാവരും കുറേ പേരുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ ലീഡ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൂവിയുടെ ഫസ്റ്റ് അപ്രോച്ച് വന്നപ്പോൾ ഫസ്റ്റ് ആ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഒന്നുമില്ല, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വെച്ചിട്ട് കിളി പോയി ഇരിക്കുമായിരുന്നു. അതിനകത്ത് ഇറങ്ങുമ്പോൾ നമുക്കൊരു സ്റ്റേജ് ഉണ്ട്, കുറച്ച് ടൈം ഉണ്ട്. ആ ടൈമിലാണ് എനിക്ക് ഇതിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ പക്ഷേ അപ്പോഴത്തേക്ക് എനിക്കൊരു 3-4 കോൾസ് വന്നു. ഇറങ്ങിയപ്പോൾ തന്നെ 3-4 കോൾസ് വന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തൊരു മൂവി ഉണ്ടായിരുന്നു. അതിങ്ങനെ നീണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഒരു ടെൻഷൻ വന്നു. ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്ത മൂവി തന്നെ നീണ്ടു പോകുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അത് കമ്മിറ്റ് ചെയ്ത ഡേറ്റിലേക്ക് ഈ മൂവി വരുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ, ഇതെങ്കിൽ ഇത് നമുക്ക് നല്ലോണം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതും കയറി കമ്മിറ്റ് ചെയ്യും. അത് ഇച്ചിരി ടെൻഷനിലാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. കാരണം മറ്റേത് നീണ്ടു പോകുന്നു, വേറെ ഓപ്ഷൻ ഡിലേ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഡിലേ ആയി പോകുന്നു. എല്ലാത്തിനും മൊത്തത്തിൽ പ്രശ്നമായപ്പോൾ ഒട്ടും പ്ലാനില്ലാതെ പെട്ടെന്ന് ഇത് കയറി വന്നു. കയറി ഞാൻ അന്ന് രാത്രി തന്നെ സ്റ്റോറി കേട്ടു. എന്നെ ഒരു വൈകുന്നേരം 6 മണി 7 മണിയായപ്പോൾ വിളിച്ചു. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് സ്റ്റോറി കേൾക്കണം. 8 മണിയായപ്പോൾ ഡയറക്ടർ വിളിച്ച് സ്റ്റോറി പറഞ്ഞു. 9 മണിയായപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തു. 10 മണിക്ക് അവർ എനിക്ക് അഡ്വാൻസ് ഇട്ട് തന്നു, ലോക്ക് ചെയ്തു. ഭയങ്കര സ്പീഡായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള ചിന്തിക്കാനുള്ള ടൈം കിട്ടിയില്ല. നമുക്ക് പെട്ടെന്ന് പിന്നെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇംപ്രസ്ഡ് ആയോ? സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പം ഒരു വെറൈറ്റി, എന്നാലും നമുക്ക് ഭയങ്കര വെറൈറ്റി എന്ന് പറയാനില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറി തന്നെ. എനിക്ക് കേട്ടപ്പോൾ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ തോന്നി. ഞാൻ മെയിൻലി സ്റ്റോറി കേൾക്കുമ്പോൾ അതാ നോക്കുന്നത്, എനിക്ക് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ. അപ്പോൾ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഇഷ്ടമായി. എനിക്ക് വലിയ ബാനറോ ഇല്ല വലിയ ഇത് ആൾക്കാർ വരണമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ ഞാൻ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു സ്റ്റോറി ഒന്നും ഓക്കെ എന്നാൽ ചെയ്തേക്കാം, രണ്ടും കൽപ്പിച്ച് എടുത്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത സ്റ്റോറിയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാസ്റ്റിംഗ് ഭയങ്കര ഇംപ്രസീവ് ആണ് നമുക്ക് കാണുമ്പോൾ. സെറീന മാമുണ്ട്, അതുപോലെ അഖിൽ ചേട്ടനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ബിഗ് ബോസിലൂടെ വന്ന് ബിഗ് സ്ക്രീനിലോട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഭയങ്കര ഒരു എന്താ പറയുക ഭാഗ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കാസ്റ്റ് ചെയ്ത ആദ്യത്തെ ആൾക്കാരല്ല, മൊത്തം മാറിയതാണ്. എന്റെ ക്യാരക്ടർ പോലും വേറൊരാളായിരുന്നു ചെയ്യേണ്ടത്. അവർക്ക് അത് മാറിപ്പോയപ്പം വേറൊരാളെ എടുത്തു. അതും മാറിപ്പോയപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ കമ്മിറ്റ് ചെയ്തു. ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ പെട്ടെന്ന് മാറി വേറൊരു ക്യാരക്ടറോട് ഞാൻ ലീഡിലോട്ട് കയറി. അങ്ങനെ അഖിലേട്ടൻ ചെയ്യായിരുന്ന ക്യാരക്ടർ വേറൊരാൾ ചെയ്യേണ്ടതായിരുന്നു, കമ്മിറ്റ് ചെയ്ത സാധനം. പ്രമുഖരായിട്ട് ഒരാൾ ചെയ്യേണ്ട ക്യാരക്ടർ അയാൾ മാറിയിട്ട് അഖിലേട്ടൻ വന്നു. സെറീനയുടെ ക്യാരക്ടർ വേറൊരാൾ വന്നു ചെയ്തു ഷൂട്ട് ചെയ്ത് പോയ സാധനമാണ്. അപ്പോൾ അത് അവർക്ക് ഒരു തൃപ്തി വരാതെ നിന്നപ്പോൾ മാറ്റി സെറീന കയറി വന്നു. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഇതൊരു ഹാപ്പനിങ് ആയിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ 3 പേര് മാത്രമല്ല കേട്ടോ. ഇപ്പം ഞാനൊരു ഗ്യാങ് ആയിട്ടാണ് ഇതിനകത്തുള്ളത്. ഞങ്ങളൊരു 5 പേര് ഗ്യാങ്. ഞാൻ പിന്നെ സിനിമയിലൊക്കെ ഉള്ള നവാസ് വള്ളിക്കുന്ന്, പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് 7-ലുള്ള ലക്ഷ്മി, പിന്നെ നമ്മുടെ ഒരു കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ ഡാൻസറൊക്കെയാണ് കൃഷ്ണപ്രിയ, പിന്നെ ഒരു മോഡലായിട്ടുള്ള അതുൽ സുരേഷ്. അങ്ങനെ ഞങ്ങൾ 5 പേര് ഗ്യാങ് ആയിട്ടുള്ളൊരു പടമാണ്. അതിനകത്ത് അവരും നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ അല്ല ഇതും കൂടാതെ ഇനിയും കാസ്റ്റ് ഉണ്ട്. കോട്ടയം രമേശ്, കോട്ടയം നസീർ, ജാഫർ ഇടുക്കി, അങ്ങനെയുള്ള പിന്നെയും ആർട്ടിസ്റ്റുകൾ കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ ഒരു വലിയൊരു രീതിയിൽ വന്നൊരു പടമാണിത്. പഠിച്ച സ്കൂളിലോട്ട് പോകുന്നു, ഗസ്റ്റ് ആയിട്ട് പോകുന്നു, വലിയൊരു കാര്യം. അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എത്രത്തോളം സന്തോഷം ആ പിള്ളേരൊക്കെ കാണുമ്പോൾ, ഹാപ്പിനെസ്. ഞാൻ പറയട്ടെ, ഏതൊരു കുട്ടിയും സ്കൂളിൽ പഠിക്കുമ്പോൾ ഇല്ല കോളേജിൽ പഠിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും. അവനില്ല അവൾ ആരാണേലും ആഗ്രഹിക്കുന്ന സാധനമായിരിക്കും, ഞാൻ ഈ സ്കൂളിൽ ഒരു നാൾ ഗസ്റ്റ് ആയിട്ട് വരണം. ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും. ആരാ ചിന്തിക്കാതെ? എല്ലാവരും ചിന്തിക്കുന്ന സാധനം. നമ്മളിപ്പോ ഒരു അസംബ്ലിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കൂലേ, ആ സ്റ്റേജിൽ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു നാൾ ഞാനും. അങ്ങനെ ഒരു ചിന്ത എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവും. അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ വലിയ എന്തോ ഒരു എഞ്ചിനീയർ ആയിട്ട് ഇവിടെ വരും എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എങ്ങനെയായാലും നമ്മളവിടെ വരണം എന്ന് ഏതൊരു കുട്ടി ആഗ്രഹിക്കുന്ന സാധനം. അങ്ങനെ എനിക്ക് എൻ്റെ കോളേജിൽ നിന്നും വിളി വന്നാൽ ഞാൻ ഇപ്പോൾ കോളേജുകാരോട് പറഞ്ഞു ഞാനിപ്പോൾ വരത്തില്ല, ഞാൻ നെക്സ്റ്റ് ഇയർ കുറച്ചുകൂടെ ഞാനൊരു സ്റ്റെപ്പ് വെച്ചിട്ട് ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളുകാർ വിളിച്ചപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയി. കാരണം ഏതെങ്കിലും ഒന്നെങ്കിലും കൊടുക്കണല്ലോ. എല്ലാം കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റി കോളേജിൻ്റെ അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചു. സ്കൂളിൻ്റെ ഞാൻ പോയി ചെയ്തു. സ്കൂളിൽ ചെയ്തപ്പോൾ നമ്മൾ നടന്ന കോറിഡോറ്, നമ്മൾ അസംബ്ലി നിന്ന സ്ഥലം, ടീച്ചർമാർ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ട സ്ഥലം. അപ്പോൾ നമ്മുടെ പഴയ ടീച്ചർമാർ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെ ആ സ്നേഹത്തോടെ കാണുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അത് നമ്മളവിടെ ചെല്ലുമ്പോൾ കൊച്ചു കുട്ടികൾ, അതായത് നമ്മുടെ അനിയന്മാരെന്ന് വേണം പറയാം, അനിയന്മാരെല്ലാവരും നമ്മളെ കൈ പിടിക്കുന്നതും. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ ആലോചിച്ചു, ഞാൻ അവിടെ സ്റ്റേജിൽ കയറുമ്പോൾ പറയും ചെയ്തു, ഇത് എവറി സ്റ്റുഡൻസ് ഡ്രീമാണ്.
അപ്പം അതൊരു ഭയങ്കര, അപ്പം ഞാൻ എൻ്റെ പ്രിൻസിപ്പൾ ഇരിക്കുന്നു, എൻ്റെ പഴയ ടീച്ചേഴ്സ് ഇരിക്കുന്നു, അവരുടെ കൂടെ ഒക്കെ സ്റ്റേജിൽ ഇരുന്ന് സംസാരിക്കുന്നു. അതൊരു ഭയങ്കര ഒരു മൊമെന്റ്. അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ ആ എക്സൈറ്റ്മെന്റ് അത് ഭയങ്കര സംഭവം തന്നെ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് സ്കൂളും കോളേജിലും പോയി, പക്ഷെ അത് സ്പെഷ്യലാണ്. അത് നമ്മൾ പഠിച്ച സ്കൂളിൽ എന്തായാലും അടുത്ത കോളേജിൽ ഇതിനേക്കാളും സ്പെഷ്യൽ ആവട്ടെ. അത് ഞാൻ അവരോട് പറഞ്ഞു, ഇനി എന്റെ കുറച്ച് മൂവീസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ ഇറങ്ങി ഞാൻ നല്ല രീതിയിൽ വന്നിട്ട് മാത്രമേ ഞാൻ അവിടെ വരത്തുള്ളൂ. എന്നെ ഇപ്പോഴും വിളിക്കും. കഴിഞ്ഞ ഏതൊരു എനിക്കൊന്ന് ഫ്രഷേഴ്സ് ഡേക്കും വരണം എന്ന് പറഞ്ഞ് എന്നെ അവിടുത്തെ മാനേജ്മെന്റ് വിളിച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഇല്ല, ഞാൻ വരുന്നത് അതൊരു ഇതായിരിക്കും, കുറച്ചുകൂടി സ്റ്റെപ്സ് ആയിട്ട് വരത്തുള്ളൂ. അതിനൊരു വിലയുണ്ട്. സത്യം, തീർച്ചയായും. കോളേജ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ എടുത്ത് വെച്ചിട്ട് ഞാൻ വരാം. പക്ഷെ എന്റെ സ്കൂളിൽ ഇനിയും വിളിച്ചാൽ ഞാൻ ഇനിയും പോകും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ സ്കൂളിൽ വിളിച്ചാൽ ഞാൻ പോകും. അവിടെ എത്ര പോയാലും നമുക്ക് മടുക്കൂല. ബാക്കിയുള്ളത് അതുപോലെ അല്ലല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ എത്ര പോയാലും മടുക്കൂല. അത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ലൈഫ് തുടങ്ങി, നമ്മുടെ ലൈഫ് കുറെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മൾ പിന്നെയും പോകാൻ ആഗ്രഹിക്കും. അതെ, ഇപ്പൊ ബിടെക് പഠിച്ചെങ്കിൽ കൂടി ഫാമിലി, ചില ആൾക്കാരുടെ ഫാമിലി ഫോഴ്സിങ് ആയിരിക്കും ചില ആൾക്കാരുടെ. പക്ഷെ അഭിഷേകിന്റെ കാര്യം വരികയാണെങ്കിൽ ഫാമിലീസ് കുറച്ച് അവർക്ക് അറിയാം, ഓക്കെ കുറച്ച് നീ സേഫ് ആയിട്ട് ഇരിക്കണം. പക്ഷെ പാഷന് അവരെ ചെറുപ്പം മുതൽ അറിയാമല്ലേ, പാഷൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ അവർ പ്രോത്സാഹിപ്പിച്ചൊന്നുമില്ല. അതെ, ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷം സമയം ചോദിച്ചു. അത് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. വീട്ടിൽ പ്രഷർ വരുന്നുണ്ടായിരുന്നു. എല്ലാ വീട്ടുകാരെ പോലെ തന്നെ കൺസേൺ ഉള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു എൻ്റെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാമിലി തന്നെയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് നീ ജോലിക്ക് പോകും, നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ, ജീവിക്കണ്ടേ, കുട്ടികൾ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും എൻ്റെ ഡ്രീം ഇത് തന്നെയായിരുന്നു. അപ്പം ലൈഫ് ഒന്നേ ഉള്ളൂ, അത് ആഗ്രഹിച്ച പോലെ ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ ഭയങ്കര എതിർപ്പ് തന്നെയായിരുന്നു. എനിക്കൊന്ന് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വരെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. ഏകദേശം ഞാൻ 5-6 വർഷത്തോളം ഞാൻ സിനിമയുടെ പുറകെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പം ബിഗ് ബോസിൽ പോകുന്നു. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പം കണക്കൂട്ടിയ ഏകദേശം 7 വർഷത്തോളം. ആ ടൈമിൽ 5 വർഷത്തിൽ എന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. ഇനി വീട്ടിൽ നിൽക്കേണ്ട എന്നുള്ള പരുവത്തിലൊക്കെ വീട്ടിൽ സംസാരിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു അവസാനമായിട്ട് ബിഗ് ബോസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടട്ടെ പറഞ്ഞു. പക്ഷെ എൻ്റെ ഭാഗ്യം എനിക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗം ഉള്ളതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് കയറിയിട്ട് പോലും ഞാൻ എന്ത് പ്രശ്നം വന്നിട്ട് ഞാൻ പിടിച്ചു നിന്നത്. കാരണം തിരിച്ചു പോയാൽ എനിക്ക് തിരിച്ചു പോക്കില്ല. അത് അവിടെ കയറുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, നിന്നേ പറ്റൂ. അത് പിടിച്ചു നിന്നേ പറ്റൂ. എങ്ങനെയും നമ്മൾ അവിടെ നിന്ന് സർവൈവ് ചെയ്തേ പറ്റൂ. അല്ലാതെ എനിക്ക് തിരിച്ച് ബാക്കിലോട്ട് ഇനി ചിന്തിക്കാൻ പറ്റൂല. നമുക്ക് ലാസ്റ്റ് ഒരു ചാൻസ് ഉള്ളത് യൂട്ടിലൈസ് ചെയ്യണം. അതെ, ഇത് മറ്റേത് ഡു ഓർ ഡൈ എന്നുള്ള ആ ഒരു സാധനമായിരുന്നു. ഞാൻ മരിച്ചാണല്ലോ അവിടെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇമോഷണൽസ് ആയിട്ടും എല്ലാം അവിടെ നിൽക്കാൻ കാര്യം. ആൾക്കാർ എത്ര ടാർഗറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നോ, ഒരു കുഴപ്പമില്ല. ഇതിലും ഭേദം ഞാൻ ഇറങ്ങുന്നതിലും ഭേദം ഞാൻ ഇവിടെ നിൽക്കുന്നതാണ്. ഇതിനേക്കാളും വലുത് കണ്ടിട്ടോ. അല്ല, അത് ഞാൻ ഒരു ലാലേട്ടോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ട ഞാൻ ഇവിടെ എല്ലാവരും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്തത്, ഞാൻ ഇതിലും വലിയ പ്രശ്നങ്ങൾ പുറത്ത് നേരിട്ടിട്ടാണ് വന്നത്. അത് ഞാൻ ലാലേട്ടോട് അവിടെ പറഞ്ഞ ഡയലോഗാണ്. അത് ശരിക്കും അതാണ്. അത് ഒരു കണ്ണാടിയിൽ നോക്കി അവിടെ സംസാരിക്കുന്ന സാധനം വന്നു. അവിടെ നിന്നിട്ട് നമ്മളെ കുറിച്ച് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കി, എന്റെ മനസ്സിൽ നോക്കി എന്തൊക്കെയോ ലോഡ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കുറച്ച് മാത്രം ഞാൻ അവിടെ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും അനുഭവിച്ചോളോ അത് ഈ ലൈഫിൽ ഇന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു. അതാണ് ലാലേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ലാലേട്ടൻ ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ തംസപ്പ് വിട്ടിട്ട് ഞാൻ പോകുന്നത്, തളരാതെ പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങുക ചെയ്തത്.